എന്തിനാ വെള്ളം കുടിക്കുന്നത്? ആ കിട്ടി. വെള്ളം തിന്നാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് കുടിക്കുന്നത്. ഞാൻ ആരാ മോൻ, ഇപ്രാവശ്യം പൊളിക്കും. മാവിൽ നിന്ന് വീഴുന്ന മാങ്ങ മുകളിലോട്ട് പോകാതെ താഴേക്ക് വരുന്നത് എന്തുകൊണ്ട്? എന്താ? ഹേ അംജു, ഈ പഠിക്കാനൊക്കെ തുടങ്ങിയോ? അല്ല മിൻഷ, മാവിൽ നിന്ന് വീഴുന്ന മാങ്ങ മുകളിലോട്ട് പോകാതെ താഴേക്ക് എന്തിനാ വരുന്നത്? എന്താ അംജു, അത് മുകളിലോട്ട് പോയി ഏതെങ്കിലും വിമാനത്തിൽ ഇരിക്കൂലേ, അങ്ങനെ വരാതിരിക്കാനാണ് അത് താഴോട്ട് വരുന്നത്. ആ അത് പറഞ്ഞിരുന്നോ? നാളെ പരീക്ഷ. പരീക്ഷയോ? അയ്യോ, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ബുക്ക് പോലും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. എന്താ മിൻഷ, നീ ഇപ്പോഴും ബുക്കൊന്നും തുറന്നു നോക്കിയിട്ടില്ല? ഞാനും തുറന്നിട്ടൊന്നുമില്ല. അംജു, എന്റെ കയ്യിലൊരു ഉഗ്ര ഐഡിയ ഉണ്ട്. അത് വർക്കൗട്ട് ആയാൽ നമുക്ക് ഈ സ്കൂളിന്റെ ടോപ്പർ ആവാം. സ്കൂളിന്റെ ടോപ്പറോ? എന്താണ്? പറ. നമ്മളില്ലേ ഇന്ന് രാത്രി സ്കൂളിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റാനോ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ഞാൻ ആ ടൈപ്പൊന്നുമല്ല. അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റി. ഓക്കെ, ഇന്ന് രാത്രി തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റുന്നു. അപ്പൊ നീ റെഡിയാണോ? എന്നാ ഓക്കെ, സെറ്റ്. നമുക്ക് രാത്രി 12 മണിക്കാണ്. ഓക്കെ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കി. എന്താണെന്ന് രണ്ടാളും നേരത്തെ വന്നിടല്ലോ? അത് സാറേ, നാളെ പരീക്ഷയാണല്ലോ, നിങ്ങൾ നന്നാവാൻ വിചാരിച്ചതാ. നല്ല കുട്ടികൾ, നാളെ പരീക്ഷയാണെന്നൊക്കെ അറിയാലേ? സാറേ പ്രശ്നം കണ്ടോ? ഞാൻ പ്രശ്നം ക്ലാസ്സിൽ ഫസ്റ്റ് ആവും. ഞാനും ഫസ്റ്റ് ആവും. പിള്ളേരൊക്കെ പഠിക്കാൻ തുടങ്ങിയോ? അത് മാത്രല്ലേ സാർ, സാർ നോക്കിക്കൊണ്ട് എന്റെ പരീക്ഷ പേപ്പർ ആണല്ലേ, സാറ് ഞെട്ടും. പരീക്ഷ പേപ്പറിലല്ലേ? പരീക്ഷ പേപ്പർ ഞാൻ നോക്കുമ്പോഴേ നല്ല കോഴിമുട്ട കാണാം. നമുക്ക് ഇപ്രാവശ്യം സാറിനെ ഞെട്ടിപ്പിക്കണം. എല്ലാരും ബുക്ക് എന്ത് മമ്മി ഇങ്ങനെ നോക്കുന്നേ? പിന്നെ നിന്നെ എങ്ങനെ നോക്കണ? നാളെ പരീക്ഷയായിട്ട് ബുക്ക് പോലും തുറന്നു നോക്കാതെ. മമ്മ ഇപ്രാവശ്യം നോക്കിക്കോ, ഞാൻ ഇപ്പത്തെ ക്ലാസ്സിലെ ടോപ്പർ ആവും. ടോപ്പർ ആവുന്നു. നീ ഒന്ന് പാസ്സായി കിട്ടിയാ മതിയായിരുന്നു. ഞാനിപ്പോ ഭയങ്കര പഠിപ്പിച്ചാണ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ നീ പഠിക്കുന്നത്. അത് മമ്മ ഉറങ്ങുമ്പോഴേ ഞാൻ പഠിക്കല്. മമ്മേനെ ശല്യം ചെയ്യണ്ടോ വിചാരിച്ചിട്ട് ഞാൻ നട്ടപ്പാതിരിക്ക് ഇരുന്നിട്ടാ പഠിക്കല്. ശരി, പരീക്ഷയായിട്ട് എന്നിട്ട് കാണാം. അംജു ഇത്ര സമയത്ത് വന്നിട്ടില്ല. നീ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ വരുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറി, അവിടെ ബിരിയാണി കഴിച്ചു. അവന്റെ ബിരിയാണി. വാ, നമുക്കിത് വേഗം തുറക്കണം. എങ്ങോട്ടാ? കിട്ടി. അടി സക്കേ. അതിൽ കൊറേ പേപ്പേഴ്സ് ഉണ്ടല്ലോ. ഇന്നൊരു കിഡ്ലൻ തെരേരെ നടത്തിക്കേണ്ടി വരും. നോക്കിക്കോ. കിട്ടി. ഇതാ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കിട്ടണ പോലെ. ഒന്നും കണ്ട. ഈ സാറെന്താ വരാത്തെ? കുറെ സമയായോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എക്സാം ആണെന്ന് അറിയില്ലല്ലേ? ഇരിക്കി. സാർ വേഗം ക്വസ്റ്റ്യൻ പേപ്പർ. എന്താ നിനക്കൊരു തിരക്ക്? അല്ല സാർ, ക്വസ്റ്റ്യൻ പേപ്പർ. എന്നാ പിടിച്ചോ. എന്താ അപ്പോ? എന്നാ വേഗം തുടങ്ങിക്കോളി. പെരുവെയ്ത്താണല്ലോ. മിൻഷ, നിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ താഴെ കിടക്കുന്നു. അതൊന്നും വേണ്ട സാർ. ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടേ? വേണ്ട സാർ, വേണ്ട. ആൻസറൊക്കെ ഞാൻ മൊത്തം പഠിച്ചിട്ട് സാർ. മെല്ലെ പേപ്പർ സാർ കഴിഞ്ഞ എന്താ ഇവർക്ക് എഴുതുന്നത്? ഈ മിൻഷ ഒരു കൈ കൊണ്ട് പോലെ എഴുതല്ലോ, ഇവിടെ 2 കൈ കൊണ്ടൊക്കെ എഴുതുന്നത്. നോക്കാനും പാടില്ല.
ഇവിടെ പറ്റൂലേ? മാറ്റൂല. സാറേ, സാറേ, പേപ്പർ എന്താ പിടിച്ചാ? ഒന്നൊന്നും പോലെ രണ്ടെണ്ണതാ. സർ പേപ്പർ 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 സർ പേപ്പർ പേപ്പർ തീർന്നല്ലോ. സർ പോയി എടുക്ക് സർ. കസ്റ്റമർ തരാ. എന്താ പിടിച്ചോ? പേപ്പർ പേപ്പർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സർ കഴിഞ്ഞു സർ. സർ ഓക്കെ ഓക്കെ ഓക്കെ. സർ നല്ല സുഖമായിരുന്നു സർ. നല്ല സുഖമായി. ഓക്കെ 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 ഓക്കെ. ഇപ്രാവശ്യം ഫുൾ മാർക്ക് വാങ്ങും. ഞാനും. The next day. ഇന്ന് എന്തായാലും ഒന്നും പഠിക്കാനില്ല. ഇന്ന് പേപ്പർ കിട്ടുന്ന ദിവസമാണല്ലോ. അതെ, ഇപ്രാവശ്യം ഫുൾ മാർക്കും കിട്ടും. സെറ്റാവുന്നു. കൺഗ്രാറ്റുലേഷൻ. കൺഗ്രാറ്റുലേഷൻ. സാറെന്താ വരാത്ത? എനിക്ക് പേപ്പർ ഇട്ടാൻ പൂതിയിട്ട് വയ്യ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സർ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? അറിയാം സർ. ഇന്ന് നമ്മുടെ പേപ്പർ കിട്ടോ. സാർ കണ്ടില്ലേ, ഞങ്ങളുടെ പേപ്പർ നല്ല സെറ്റ് അല്ലേ? കുട്ടികളെ, ഇപ്രാവശ്യം നമ്മുടെ സ്കൂൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതെന്താ സർ? ആ, നമ്മുടെയൊക്കെ പരീക്ഷ പേപ്പറില്ലേ, അത് ഇനി നേരെ വീട്ടിലേക്ക് അയക്കാനാ തീരുമാനം. അതെന്താ സാർ, നമുക്ക് തന്നാ പോരെ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എന്നാ അത് കുഴപ്പമില്ല സർ, വീട്ടിലേക്ക് തന്നെ അയച്ചാൽ മതി. നിങ്ങൾ ഇനി വീട്ടിലെത്തുമ്പോഴേക്കും നിങ്ങളെ പരീക്ഷ പേപ്പർ അവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ കുട്ടികളെ, വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതെന്താ സർ? നമ്മുടെ സ്കൂളിൽ മിൻചക്കും അബ്ജുനും കിട്ടിയ അത്ര മാർക്ക് ഈ സ്കൂളിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ആ സത്യം. അഞ്ചു, നമുക്ക് ഇപ്രാവശ്യം പരീക്ഷയിൽ 100-ൽ 100 ഉണ്ടാവും. ആ മാർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതന്നെ. നടക്കട്ടെ നടക്കട്ടെ. നിങ്ങൾ ഇനി വീട്ടിൽ പോയി നിങ്ങളെ മാർക്കൊക്കെ ഒന്ന് നോക്കിട്ട്. അപ്പൊ ശരി. താങ്ക് യു സർ. താങ്ക് യു സർ. അയ്യോ, എന്താണ് ഞാൻ ഈ കാണുന്നത്? ഓ, ഈ കുട്ടിയുടെ ഒരു കാര്യങ്ങള് മാർക്ക് നല്ലും പഠിക്കുന്നുണ്ട് അത്ര. മമ്മ, എന്താ മമ്മ മമ്മിക്ക് ഒരു സന്തോഷമില്ലാത്ത? ഇന്ന് റിസൾട്ട് ഡേ അല്ലേ? കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇത്രയും മാർക്ക് വാങ്ങില്ലേ? മിൻഷ, നിന്റെ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടേ. എല്ലാത്തിലേ മുട്ടയാണ്, നല്ല ആന മുട്ട. എന്താ എന്താ മമ്മ പറയുന്നത്? എനിക്കതൊന്നുമില്ല, എനിക്ക് ഫുൾ മാർക്കാണ്. മാർക്ക് നല്ല വട്ട 0. 0ന്റെ താഴേക്ക് വേറെ മാർക്കില്ലാത്തത് നന്നായി, അല്ലെങ്കിൽ അതും കിട്ടിയേനെ. ഇതെന്ത്, ഇത് മൊത്തം തെറ്റാണല്ലോ. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. 0, മാത്സിൽ 0, ഇംഗ്ലീഷിൽ 0, മലയാളത്തിൽ 0യോ? സയൻസ്? അയ്യോ, ഇതെങ്ങനെ? അയ്യോ അയ്യോ. മിൻഷ, നീ ഇത്രയും മാർക്ക് വാങ്ങാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കുമല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. നിനക്ക് അയ്യോ മമ്മ തല്ലല്ലേ. അയ്യോ മമ്മ, അയ്യോ അയ്യോ. The next day. അയ്യോ, ആവൂന്റെ നടു വേദനയാ. മമ്മനടുത്ത് നല്ല കിട്ടിയ തല. നിനക്കും കിട്ടിയില്ലേ? കിട്ടി കിട്ടി. എന്റെ പപ്പാന്റെ അടുത്ത് തികച്ചും കിട്ടി. കടപ്പുറമായി. എനിക്കും കിട്ടിയടാ, കൊറേ കിട്ടി മമ്മന്റെ കയ്യിൽ നിന്ന്. അയ്യോ, ഇനി എനിക്ക് വേദനിക്കാത്ത ഒരു സ്ഥലമില്ലടാ. എല്ലാ സ്ഥലവും വല്ലതും തന്നു. പഴയ പോലെ ഇതിനെങ്കിൽ എനിക്കൊരു 5-10 മാർക്കെങ്കിലും കിട്ടിയത്. ഈ പ്രാവശ്യം ഒരു മാർക്കും കിട്ടിയില്ല. മൈനസ് മാർക്കാണ് ഇത്ര പേപ്പർ വാങ്ങിച്ച് എഴുതിയിട്ട്. രണ്ടുപേരും നേരത്തെ എത്തിയോ? നിങ്ങളെ രണ്ടുപേരെയും പ്രിൻസിപ്പൾ ഒന്ന് കാണാന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ നിന്ന് നല്ല സമ്മാനം കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലോ. സാറേ, കിട്ടി കിട്ടി, നല്ല കിട്ടി. സാറ് ഞങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട്, ടോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് പിന്നെ നിങ്ങൾ ടോപ്പ് തന്നെയാ, പക്ഷെ താഴ്ത്തുന്നാണെന്നേ ഉള്ളൂ. ഇതുവരെ ഇവിടെ ആർക്കും എല്ലാ വിഷയത്തിലും 0 മാർക്ക് കിട്ടിയില്ല. നിങ്ങൾ ടോപ്പാണ്. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചത്. അതെ അതെ. എനിക്ക്
എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. മാത്സിന്റെ പേപ്പറിൽ മലയാളം, മലയാളത്തിന്റെ പേപ്പറിൽ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിന്റെ പേപ്പറിൽ ഹിന്ദി. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വായിക്കാതെ പോലെയാണ് നിങ്ങൾ ആൻസർ ചെയ്തത്. നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചത്? സാർ അത് ഞാനാണ് സാർ. ആ മൊത്തം അംജുവിന്റെ ഐഡിയ സാർ. അല്ല സാർ, ഇവൻ നുണ പറയാം. ഞങ്ങൾ രണ്ടാളും കൂടിയാ ചെയ്തേ. ആഹാ, സാരമില്ല, നിങ്ങൾ തെറ്റാണ് ചെയ്തത്. നാളെ വരുമ്പോ പാരന്റ്സിനെയും കൂട്ടി പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് വാ. കരഞ്ഞ് മാപ്പ് പറഞ്ഞാൽ പ്രിൻസിപ്പൾ മാപ്പ് തരും. അപ്പൊ ശരി, നാളെ കാണാം. അയ്യോ, ഇനി നാളെ അടി കിട്ടും. എന്റെ കാര്യം പറയാനല്ലേ, എനിക്കും കിട്ടും. അയ്യോ, എപ്പോഴാണ് ഈ ഒരു പൊട്ട ബുദ്ധി തോന്നിയത്? ഞാൻ ഇതേമാതിരി ചെയ്യരുത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട ചെയ്യണം, അല്ലാത്ത ഒരു വഴിയില്ല. അതെ, പഠിക്കേണ്ടത് പഠിക്കല്ലാതെ വേറെ ഒരു വഴിയില്ല. ഓ, വാ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. നിങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങിയോ? ഇനി മേലെ ആരെയും പറ്റിക്കരുത്. നല്ല കുട്ടികളാവണം. കുട്ടികളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. ആ സർ, ഇനി ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ല സർ. എന്നാ ശരി, വീഡിയോ എന്റേതേക്ക്. ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പൊ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്, ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്. അപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ ഒന്നും ചെയ്യരുതില്ലാക്ക ഫ്രണ്ട്സ്. നമ്മള് പഠിക്കണേ, നമ്മൾ പഠിക്കല്ലാതെ വേറെ മാർഗമില്ല ഫ്രണ്ട്സ്. ചീറ്റിംഗ് അങ്ങനെ ഒന്നും ചെയ്യരുത് ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ.